പൊളിറ്റിക്സും ഈ പറയുന്ന കാര്യവും ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കും. ഒരിഞ്ചു പിറകോട്ട് പോകില്ല. കേരളത്തിന്റെ പൊതുജനാരോഗ്യ മേഖലയെ സംരക്ഷിക്കാനുള്ള പോരാട്ടങ്ങളിൽ മുമ്പോട്ട് പോകും. ഇവിടെ ജനങ്ങളെയാണ് നിരത്തി ഡിവൈഎഫ്ഐ സംരക്ഷണമൊരുക്കും. ഡിവൈഎഫ്ഐയെ തെരുവിലേക്ക് ദയവായി ക്ഷണിച്ചു വരുത്തരുത് എന്നാണ് ശ്രീ വി ഡി സതീശനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അത് യൂത്ത് കോൺഗ്രസ് മാത്രമല്ല പറയുന്നത്. ആക്രമിക്കപ്പെടുക മാത്രമല്ല, അതിൻ്റെ തെളിവ് കൂടി ഹാജരാക്കാൻ നമ്മൾ പ്രാപ്തമാകണമെന്നാണ്. അത് എവിടുത്തെ നീതിയാണ്? ഇനി ഞാൻ ശ്രീ വി ഡി സതീശനോട് ചോദിക്കുന്നു, റീത്ത് കയറി വെച്ചത് ഞങ്ങളാണെന്ന് പറയോ? വീണ ജോർജ് ഒരു നിമിത്തം മാത്രമാണ് വീണ ജോർജിനെ ആക്രമിക്കുന്നത്. അവർ മന്ത്രിയാണ്. അവരുടെ ഉത്തരവാദിത്വം ഏറ്റവും മികച്ച നിലയിൽ ചെയ്യുന്നതാണ്. ഈ ഒരു നെഗ്ലിജൻസിന്റെ കഥ പറയുമ്പോൾ ഓരോ ദിവസവും എത്രയേറെ നേട്ടങ്ങളുടെ കഥയാണ് ഇക്കഴിഞ്ഞ കാലയളവിൽ ഈ മന്ത്രിയുടെ തന്നെ കീഴിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇന്ന് തിരുവനന്തപുരത്ത് ഇന്നത്തെ ദിവസം ഈ KSU അഴിഞ്ഞാട്ടം നടത്തുന്ന ഈ ദിവസം, മന്ത്രി ആക്രമിക്കുന്ന ദിവസം തിരുവനന്തപുരത്ത് അവയവദാനം നടക്കുകയല്ലേ? അതിലെ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ നടന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലല്ലേ ഇന്ന് രാവിലെ? ഇത് ഓരോ ദിവസവും നടക്കുകയാണ്. അപ്പോൾ അഭിമാനകരമായ ഇത്തരം നേട്ടങ്ങൾ, ഇങ്ങനെ അവയവദാനം, ട്രാൻസ്പ്ലാന്റ് ട്രാൻസ്പ്ലാന്റേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വേറെ ഏതെങ്കിലും സ്റ്റേറ്റിന് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റുമോ? സ്റ്റേറ്റ് റെസ്പോൺസിബിലിറ്റിയിൽ അപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു നെഗ്ലിജൻസിനെ പെരുപ്പിച്ച് കാണിക്കുകയും ആരോഗ്യ മേഖലയ്ക്കെതിരെ ഒരു വലിയ ഹേറ്റ് ക്യാമ്പയിൻ നടത്തുകയും ചെയ്യുന്നതിന്റെ ലക്ഷ്യം എന്താണ്? ഇവിടെ ലക്ഷങ്ങൾ കോടികൾ നിക്ഷേപിച്ചിരിക്കുന്ന വൻകിട കോർപ്പറേറ്റുകളുടെ കച്ചവട താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് എന്നുകൂടിയാണ് പറയാനുള്ളത്. ഈ പൊളിറ്റിക്സും ഈ പറയുന്ന കാര്യവും ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കും. ഒരിഞ്ചു പിറകോട്ട് പോകില്ല. കേരളത്തിന്റെ പൊതുജനാരോഗ്യ മേഖലയെ സംരക്ഷിക്കാനുള്ള പോരാട്ടങ്ങളിൽ മുമ്പോട്ട് പോകും. ഇവിടെ ജനങ്ങളെയാണ് നിരത്തി ഡിവൈഎഫ്ഐ സംരക്ഷണമൊരുക്കും. ഡിവൈഎഫ്ഐയെ തെരുവിലേക്ക് ദയവായി ക്ഷണിച്ചു വരുത്തരുത് എന്നാണ് ശ്രീ വി ഡി സതീശനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അത് യൂത്ത് കോൺഗ്രസ് മാത്രമല്ല പറയുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രശ്നം എന്തെന്നറിയാമോ? കേരളത്തിലെ മന്ത്രിമാരും കേരളത്തിലെ മറ്റെല്ലാവരും ഇവരെ പേടിച്ച് 360 ഡിഗ്രി ക്യാമറ ശരീരത്തിൽ വെച്ച് നടക്കണമെന്നാണ്. ഈ അക്രമം ഉണ്ടായത് എവിടെയാണ്? പൊതുസ്ഥലത്ത് വെച്ചാണ്. അവർ അതിനുശേഷം ചികിത്സ തേടിയിരിക്കുന്നത് എവിടെയാണ്? അവിടെ ഈ പറയുന്ന സർക്കാർ ആശുപത്രിയിലാണ്. സ്വകാര്യ ആശുപത്രിയിൽ നില പോയത്. അത് വന്ന മുറയ്ക്ക് തന്നെ ആ ഘട്ടത്തിൽ തന്നെ ഏഷ്യാനെറ്റിന്റെ ഒരു വിഷ്വൽ ഞാൻ കാണുകയായിരുന്നു. ഇപ്പോൾ അതിൽ മുറിവേറ്റത് കാണുന്നുണ്ട്. അപ്പോൾ പ്രതിപക്ഷ നേതാവും കോൺഗ്രസും പറയാണ്, അല്ല എവിടെ വിഷ്വൽ എവിടെയെന്നാണ്. അപ്പോൾ ഇനി ഇവർ ആക്രമിക്കുമെന്ന് കരുതി 360 ഡിഗ്രി ക്യാമറ ശരീരത്തിൽ വെച്ച് കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ ആക്രമിക്കപ്പെടുക മാത്രമല്ല, അതിൻ്റെ തെളിവ് കൂടി ഹാജരാക്കാൻ നമ്മൾ പ്രാപ്തമാകണമെന്നാണ്. അത് എവിടുത്തെ നീതിയാണ്? ഇനി ഞാൻ ശ്രീ വി ഡി സതീശനോട് ചോദിക്കുന്നു, റീത്ത് കയറി വെച്ചത് ഞങ്ങളാണെന്ന് പറയോ? അവിടെ കയറി റീത്ത് വെച്ചത് മന്ത്രിയുടെ നാടകമാണെന്ന് പറയോ? ഒരു തെരുവിലിട്ടവർ ആക്രമിക്കപ്പെട്ടില്ലേ? എന്നിട്ട് എങ്ങനെയാണ് ഇങ്ങനെ അഴകുഴമ്പൻ വർത്തമാനം പറയുന്നത്? അപ്പോൾ ഇത് ശരിയായ രീതിയല്ല. ജനാധിപത്യ വിരുദ്ധമാണ്. ഒരല്പം ഉളുപ്പുണ്ടെങ്കിൽ, അല്പം മാന്യതയുണ്ടെങ്കിൽ എന്താ പ്രതിപക്ഷ നേതാവിൻ്റെ അദ്ദേഹം ചുമതലയേറ്റെടുത്ത് ആദ്യത്തെ ദിവസം പറഞ്ഞത് എറണാകുളത്ത് വെച്ച്? പ്രതിപക്ഷ പ്രവർത്തനം പ്രൊഡക്റ്റീവായിരിക്കും. അദ്ദേഹം അപ്പോഴപ്പോഴും പറയുന്നുണ്ടല്ലോ വലിയ ഭാഷയിൽ, പ്രൊഡക്റ്റീവ്. ഒരു മന്ത്രിയെ വഴിയിൽ തടയുന്നതാണ്. ഞങ്ങൾ നടത്തിയിട്ടുണ്ട് പ്രതിഷേധങ്ങളെല്ലാം പ്രതീകാത്മകല്ലേ? ഞാനിപ്പോഴും ഓർമ്മിക്കുകയാണ്, ഞങ്ങൾ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ VJT ഹാളിൽ അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു പരിപാടി, അനീഷ് രാജൻ വധക്കേസുമായി ബന്ധപ്പെട്ട SFI പ്രതിഷേധം രേഖപ്പെടുത്താൻ തീരുമാനിക്കുന്നു. അദ്ദേഹത്തിന്റെ വേദിയിലേക്ക് പ്രതിഷേധം നടത്താൻ കരിങ്കൊടി കാണിക്കാൻ തീരുമാനിക്കുന്നു. ഞങ്ങളുടെ ഈ പ്ലാൻ പോലീസ് അറിയുന്നില്ല. അന്ന് സഖാവ് പി ബിജുവാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി. അദ്ദേഹം ഉൾപ്പെടെ ഞങ്ങൾ അവസാനം ആലോചിച്ചപ്പോൾ പോലീസില്ല. ഞങ്ങൾ പോയാൽ പിന്നെ എന്ത് ചെയ്യും? ചെറിയ പോലീസേ ഉള്ളൂ. പോലീസ് ഉണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ അങ്ങക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലണ്ടേ? ഈ നിലയിലേക്കാവില്ലേ? അപ്പോൾ അതല്ല. പകരം എന്താണ് ഞങ്ങൾ നേരെ ചെയ്തത്? പോലീസിനെ അങ്ങോട്ട് അറിയിക്കാതെ. ഇതെല്ലാം പ്രതീകാത്മകമാവണ്ടേ? അല്ലാതെ മന്ത്രിയെ കരിങ്കൊടി കാണിക്കുക എന്ന് പറഞ്ഞാൽ മന്ത്രിയെ ആക്രമിക്കുക എന്നാണോ എൻ്റെ അർത്ഥം? അല്ലെങ്കിൽ മന്ത്രിയെ പോലീസിനെ എല്ലാം തള്ളി മാറ്റി പോലീസിനെയും ആക്രമിച്ച് ഈ മന്ത്രിയെ ശാരീരികമായി മുറിവേൽപ്പിക്കുക എന്നാണോ? അതല്ലല്ലോ. അവരുടെ അടുത്തേക്ക് അങ്ങനെ എവിടം വരെ ഒരു പ്രതിഷേധം, എവിടം വരെ ഒരു മന്ത്രിയുടെ എവിടം വരെ പോകാം എന്നൊരു ന്യായമായ ധാരണ വേണ്ടേ? ഇപ്പോൾ സെക്രട്ടേറിയറ്റ് മാർച്ച് നടന്നു എന്ന് പറഞ്ഞാൽ പോലീസ് തടയുന്ന ഒരിടത്ത് ജനാധിപത്യപരമായി അവിടെ തടയല്ലേ വേണ്ടത്? അവിടെ തടയും, അവിടെ നിൽക്കും, ബാരിക്കേഡ് മുറിച്ചു കൊടുക്കാൻ ശ്രമിക്കും, സ്വാഭാവികമായി സംഘർഷം ഉണ്ടാകും. അതൊക്കെ ന്യായമായ കാര്യം. അതല്ലാതെ സംഘർഷം പോലീസിൽ നിന്ന് മാറി ഈ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയുടെ മേലിലേക്ക് അല്ലെങ്കിൽ മന്ത്രിമാരുടെ ശരീരത്തിലേക്ക്, ഇത് ആദ്യത്തെ സംഭവമല്ലല്ലോ. കേരളത്തിലെ മുഖ്യമന്ത്രിയെ നേരിട്ട് ആക്രമിക്കാൻ ഫ്ലൈറ്റിൽ ആളെ കയറ്റിവിട്ടില്ലേ അവർ? ആരോഗ്യമന്ത്രിയുടെ വീട്ടിൽ റീത്ത് വെച്ചു. ഇപ്പോൾ ആരോഗ്യമന്ത്രിയെ ആക്രമിക്കുന്നു. ഇതാണോ പ്രൊഡക്റ്റീവായ പ്രതിപക്ഷ പ്രവർത്തനം? കോൺഗ്രസ് മറുപടി പറയണം. ഇത് കേരളത്തിന് പരിചിതമായ കാര്യമാണോ?
ഇത്തരം കാര്യങ്ങൾ. ഒരു പ്രതിഷേധം KSU സംഘടിപ്പിക്കുന്നുവെങ്കിൽ അത് പ്രതീകാത്മകമായി എവിടം വരെ പോകാം എന്ന ധാരണയുണ്ടാകണം. ഇല്ലെങ്കിൽ KSU പറയണം, ഞങ്ങൾ മന്ത്രിയുടെ അടുത്തേക്ക് പോകുന്നത് തരം കിട്ടിയാൽ ആക്രമിക്കാൻ തന്നെയാണ്, കായികമായി ആക്രമിക്കും എന്നവർ പറയണം. ഇല്ലെങ്കിൽ എവിടം വരെ പോകുമെന്നതിനെ കുറിച്ച് അവർക്കൊരു ധാരണ വേണം. അത് ജനങ്ങളോട് പറയണം. അതാണ് ഒരു ജനാധിപത്യ സംഘടന. ഇല്ലെങ്കിൽ അത് ഭീകര പ്രവർത്തനമാകും. ഇതൊരു ഭീകര സംഘടന പ്രവർത്തിക്കുന്നത് പോലെയാണ് ഇടപെടുന്നത്. അല്ല, അതാ പറഞ്ഞത്. ഇനി മുതൽ മന്ത്രിമാര് 360 ഡിഗ്രി ക്യാമറ ശരീരത്തിൽ വെച്ച് നടക്കണമെന്നാണ് ശ്രീ VD സതീശൻ പറഞ്ഞതിന്റെ അർത്ഥം. ഞങ്ങളൊരു വിഷ്വൽ കൂടി കൊടുക്കണം. ഏതാണ്? ഞങ്ങളടുത്ത് വന്നു, ഞങ്ങളെ ആക്രമിച്ചു, ആക്രമണത്തിന് വിധേയമായി, അതിന്റെ തീഷ്ണത ഒക്കെ ആക്രമണം കാണിക്കുന്ന വിഷ്വൽ കൂടി ഇനി കൊടുക്കണമല്ലേ? അത് ശരിയല്ലല്ലോ. അവരെ അവിടെ പ്രതിഷേധം വരുന്നു. ആ പ്രതിഷേധം അവർ പറയട്ടെ, KSU പറയട്ടെ, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് പറയട്ടെ. ഒരു മന്ത്രിയുടെ അടുത്തേക്ക്, ഏത് മന്ത്രിയുടെ അടുത്താകട്ടെ, എവിടം വരെ പ്രതിഷേധം പോകാം? എവിടം വരെ പോകാം? പ്രതീകാത്മകമായിട്ടാണോ നിങ്ങൾ ഈ പ്രതിഷേധം നടത്തുന്നത്? അതേ മന്ത്രിയെ കിട്ടിയാൽ തല്ലണം, കൊല്ലണം എന്ന് കരുതി തന്നെയാണോ നടത്തുന്നത്? ആ ലക്ഷ്യത്തോടെയാണോ നിങ്ങൾ റീത്ത് വെച്ചത്? അവർ പറയണ്ടേ കേരളത്തോടത്? ഒരു ഭീകര സംഘടനയല്ല കോൺഗ്രസ് എന്നുള്ളത് പറയണം. അപ്പോൾ ഇതിന് ഒരൊറ്റ കാര്യമുള്ളൂ. ഒന്ന്, ഇവർക്ക് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനും സംഘത്തിനും ഹാലിളകിയിരിക്കുകയാണ്. അവർക്ക് പരാജയഭീതിയുണ്ട്. അതുകൊണ്ട് സംഭവിക്കുന്നത്, കേരളത്തിലൊരു അക്രമം ഉണ്ടാക്കി, ഞങ്ങളെ കൂടി പ്രകോപിപ്പിച്ച് തെരുവിലേക്ക് ഇറക്കി ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കുക, എന്നിട്ട് അതിൻ്റെ മേൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുക. അതാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഞങ്ങൾ നിന്നുതരില്ല. പക്ഷേ ജനങ്ങളെ അണിനിരത്തി ശക്തമായി ഞങ്ങൾ പ്രതിഷേധം സംഘടിപ്പിക്കും. ശക്തമായ പ്രതിഷേധം. അത് ഈ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഇക്കാര്യം നടത്തുന്നത് എന്നും ജനങ്ങളോട് ഞങ്ങൾ വിശദമായി പറയും.